ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഹരി ഓം. ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിത സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾക്ക് ഇന്ന് പഠിക്കേണ്ട ശ്ലോകം 63. കഴിഞ്ഞ ക്ലാസ്സിൽ 62 ദേവിയുടെ ചുണ്ടുകളെ പറ്റിയായിരുന്നു. ഇന്ന് ദേവിയുടെ പുഞ്ചിരി വായിക്കാദ്യം. സ്മിതജ്യോത്സ്നാജാലം തവ വദന ചന്ദ്രസ്യ പിബതാം ചകോരാണാമാസീദതിരസതയാ ചഞ്ചുജഡിമാ അതസ്തേ ശീതാംശോരമൃതലഹരീമാംളരുചയഃ പിബന്തി സ്വച്ഛന്തം നിശി നിശി ഭൃശം കാഞ്ചികധിയാ. ഇവിടെ പിരിച്ചും വേണമെങ്കിൽ ചൊല്ലാം, പക്ഷേ ഒന്നുകൂടെ നല്ലത് ഒന്നിച്ചൊറ്റ പദമായിട്ട് എഴുതുന്നു. അതായത് ചകോരാണാമാസീത് അതിരസതയാ ചഞ്ചുജടിമ എന്ന് വേണമെങ്കിൽ ചൊല്ലാം, 6 അക്ഷരം കഴിഞ്ഞ്. പക്ഷേ ഒന്നിച്ചു ചൊല്ലുന്നതാണ് ഒന്നും കൂടി അഭികാമ്യം. അപ്പം അതസ്തേ ശീതാംശോഹോ അവിടെയും വേണമെങ്കിൽ വിസർഗം ചേർത്തിട്ട് അമൃതലഹരി മാംളരുചയ എന്ന് ശ്വാസം കിട്ടാത്തവർക്ക്, അതായത് നിർത്തിച്ചൊല്ലേണ്ടവർക്ക് വിസർഗം ചേർത്തിട്ട് ചൊല്ലാം. രണ്ടും ഞാൻ ഓരോ പ്രാവശ്യം ചൊല്ലാം. സ്മിതജ്യോത്സ്നാജാലം തവ വദന ചന്ദ്രസ്യ പിബതാം ചകോരാണാമാസീദതിരസതയാ ചഞ്ചുജഡിമാം അതസ്തേ ശീതാംശോരമൃതലഹരീം. അത് അതസ്തേ ശീതാംശോരമൃതലഹരീമാംളരുചയഃ ഒറ്റപ്പദമായിട്ടും ചൊല്ലാം. അപ്പോൾ ആ 2, 3 ലൈൻ ഒന്നും കൂടി ചൊല്ലാം. ചകോരാണാമാസീത് അതിരസതയാ ചഞ്ചുജഡിമ എന്നും വേണമെങ്കിൽ ചൊല്ലാം. അല്ലെങ്കിൽ ചകോരാണാമാസീത് അതിരസതയാ എന്നും ചൊല്ലാം. അതസ്തേ ശീതാംശോഹോ അവിടെ വിസർഗം ചെയ്ത് നിർത്തിയിട്ട് അമൃതലഹരീമാംളരുചയഃ അങ്ങനെയും ചൊല്ലാം. പക്ഷേ അഭികാമ്യം രണ്ടും ഒന്നിച്ചൊറ്റപ്പതായി ചൊല്ലുന്നതാണ്. ചകോരാണാമാസീദതിരസതയാ എന്നും അതസ്തേ ശീതാംശോരമൃതലഹരീമാംളരുചയഃ ശീതാംശോരമൃതലഹരീമാംളരുചയഃ എന്ന്. ഇനി വാക്കുകൾ നോക്കാം. സ്മിത ജ്യോത്സ്നാജാലം തവ വദനചന്ദ്രസ്യ പിബതാം ചകോരാണാം ആസീത് അതിരസതയാ ചഞ്ചുജഡിമ അതഃ തേ അതസ്തേ ശീതാംശോഃ അമൃതലഹരീം ശീതാംശോരമൃതലഹരീം ആംളരുചയഃ പിബന്തി സ്വച്ഛന്തം നിശി നിശി ഭൃശം കാഞ്ചികധിയ. വാക്കുകളുടെ അർത്ഥം നോക്കാം. സ്മിതം പുഞ്ചിരിക്കുന്ന, ചെറുതായി ചിരിക്കുന്നതിനാണ് സ്മിതം എന്ന് പറയുന്നത്. ജ്യോത്സ്നാജാലം, ജ്യോത്സ്ന എന്ന് പറഞ്ഞാൽ നിലാവ്, ജാലം എന്ന് പറഞ്ഞാൽ സമൂഹം. അപ്പം പുഞ്ചിരിക്കുന്ന നിലാവിൻ്റെ സമൂഹം. തവ നിന്തിരുവടിയുടെ വദനചന്ദ്രസ്യ ചന്ദ്രനാകുന്ന മുഖത്തിൻ്റെ എന്ന് പറഞ്ഞാലോ മുഖചന്ദ്രൻ്റെ, അല്ലേ, ദേവിയുടെ മുഖത്തെ ചന്ദ്രനോട്
ഉപമിച്ചിരിക്കുന്നു. ആ ചന്ദ്രനാകുന്ന മുഖത്തിൻ്റെ പിബതാം, പിബത എന്ന് പറഞ്ഞാൽ കുടിക്കുക, പി എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നുള്ള അർത്ഥം. അതിപ്പോൾ പിബത, പിബതം കുടിക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്നതായ ചകോരാണാം, ചകോരം ഒരു പക്ഷിയാണ്. ചെമ്പോത്തെന്നും ചിലയിടത്തൊക്കെ ഉപ്പൻ എന്നും പറയും ഒരു പക്ഷി. ആ പക്ഷികൾ നിലാവുദിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം. അപ്പം ചകോരാണാം ആസീത്, ആ ചകോരങ്ങൾക്ക് ഉണ്ടായി, എന്താ ഉണ്ടായേ? അതിരസതയ, അധികം രസം കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ചന്ദ്രൻ്റെ നിലാവിൻ്റെ സമൂഹത്തിൻ്റെ ആ മാധുര്യപ്രവാഹം കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ രസം കൊണ്ട്, ചഞ്ചുജടിമ, മധുരം കൂടിയാലും നമ്മുടെ നാവ് എന്താ അതിന് പറയുന്നത്, നമ്മൾ ഇതായി എന്ന് പറയും. ചഞ്ചു എന്ന് പറഞ്ഞാൽ കൊക്കെന്ന് പറഞ്ഞാൽ ആ നമ്മളൊക്കെ മനുഷ്യരുടെ വായെന്ന് പറയും. ഇവിടെ പക്ഷിയായതുകൊണ്ട് അതിൻ്റെ കൊക്ക് ചഞ്ചു. ജഡിമ എന്ന് പറഞ്ഞാൽ മന്ദീഭവിച്ചു പോയി, മന്ദത ഭവിച്ചു എന്ന് പറഞ്ഞാൽ ചെടിച്ചു പോയി എന്ന് പറയും നമ്മൾ, അല്ലേ? മധുരം കൂടിയാൽ ഒരു വല്ലാത്ത മധുരം. അത് ചകോരാണാം ആസീത് അതിരസതയാ, അധിക രസം കൊണ്ട് മന്ദീഭവിച്ച കൊക്കിന് അതിൻ്റെ ആ വായ് മന്ദീഭവിച്ചു പോയി. അതഹതേ, അതുകൊണ്ട് അവർ ആ പക്ഷികൾ ശീതാംശോഹോ, ശീതാംശം ചന്ദ്രൻ്റെ ആ അംശത്തെ, അമൃതലഹരിയും അമൃതപ്രവാഹത്തെ, ആമ്ലരുചയക, ആമ്ലം പുളിരസം, ആമ്ലം പുളിയാണ്, രുചയക രസം, അപ്പോൾ ആ പുളിരസം, പിബന്തി പുളിരസത്തെ കുടിക്കുന്നു എന്ന സ്വച്ഛന്തം, ഇഷ്ടം പോലെ, നിശി രാത്രി തോറും, ഭൃശം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത്, അധികം എന്നൊക്കെ അർത്ഥം. കാഞ്ചികധിയ, അപ്പോൾ ഈ കാഞ്ചികം എന്ന് പറഞ്ഞാൽ കഞ്ഞി പോലെ, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. അപ്പോൾ കഞ്ഞി കുടിക്കുന്ന ബുദ്ധിയോടുകൂടി എന്ന് പറഞ്ഞാലോ, ആ നിലാവിൻ്റെ ആ മാധുര്യം കൂടിപ്പോയതുകൊണ്ട് അവരുടെ ആ കൊക്കുകളുടെ അല്ലെങ്കിൽ ആ ചെമ്പോത്തുകളുടെ ചുണ്ടൊക്കെ മന്ദീഭവിച്ച് അവർ കഞ്ഞി കുടിക്കുന്ന പോലെയുള്ള തോന്നലുണ്ടായി എന്ന് പറഞ്ഞാൽ കഞ്ഞി കുടിക്കുന്ന പോലെ. അതായത് നിലാവ് പുളിരസമായി തോന്നണമെങ്കിൽ ദേവിയുടെ ആ പുഞ്ചിരിയുടെ മഹിമ എത്രയായിരിക്കും എന്ന് നോക്കുക. അപ്പം നിലാവ്, അല്ലയോ ദേവിയുടെ, അപ്പോൾ സ്മിത ജ്യോത്സ്ന ജാലം എന്ന് പറഞ്ഞാൽ മന്ദഹാസമാകുന്ന ചന്ദ്രികാ സമൂഹത്തെ, തവ വദന ചന്ദ്രസ്യ, നിന്തിരുവടിയുടെ മുഖമാകുന്ന ചന്ദ്രൻ്റെ, പിബതാം ചകോരാണാം, പാനം ചെയ്യുന്ന ഉപ്പൻ പക്ഷികൾക്ക്, ആസീത് അതിരസതയാ, അതിരസം, അധിക മാധുര്യം ഉണ്ടായി. ചഞ്ചു ജഡിമ, അപ്പോൾ വായ ചടിച്ചു പോയി എന്ന് പറഞ്ഞാൽ നാവിന് ഉണർവില്ലാതെയായി. അതഹാത്തെ, അതുകൊണ്ട് ആ ചകോരപ്പക്ഷികൾ ശീതാംശോഹോ അമൃതലഹരി, ശീതകിരണൻ്റെ അമൃതപ്രവാഹത്തെ, ആമ്ലരുചയക, പുളിയുള്ള രസത്തെ, പുളിയിൽ രുചിയുള്ളതായിട്ട്, പിബന്തി പാനം ചെയ്യുന്നു, സ്വച്ഛന്ത ഇഷ്ടം പോലെ, നിശി രാത്രി തോറും, ഭൃശം വർദ്ധിച്ചത് ഏറ്റവും കൂടുതൽ, കാഞ്ചികധിയ കഞ്ഞി എന്നുള്ള ബുദ്ധിയോടുകൂടി, കഞ്ഞി എന്നൊക്കെ പറയും, അതോടുകൂടി എന്നർത്ഥം. അപ്പം ഇവിടെ എന്താണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും നോക്കാം. സ്മിതജ്യോത്സ്നാജാലം തവ വദനചന്ദ്രസ്യ പിബതാം ചകോരാണാമാസീദതിരസതയാ ചഞ്ചുജഡിമാ അധസ്തേ സീതാംശോരമൃതലഹരീമാംളരുചയഃ പിബന്തി സ്വച്ഛന്തം നിശി ഭൃശം കാഞ്ചികധിയാ. മന്ദഹാസമാകുന്ന ചന്ദ്രികാ സമൂഹത്തെ
നിന്തിരുവടിയുടെ മുഖമാകുന്ന ചന്ദ്രൻ്റെ പാനം ചെയ്യുന്ന ഉപ്പൻ പക്ഷികൾക്ക്, ആ നിലാവിൻ്റെ ആ ചന്ദ്രികാ സമൂഹത്തെ പാനം ചെയ്യുന്ന ഉപ്പൻ പക്ഷികൾക്ക് അതിരസതയാ അധിക മാധുര്യത്താൽ ചഞ്ചുചടിമ നാവിനുണർവില്ലാതെയായി മന്ദീഭവിച്ചു പോയി. അതഹാത്തെ അതുകൊണ്ട് ഇത് നിമിത്തം ആ പക്ഷികൾ, തേ എന്ന് പറഞ്ഞാൽ അവർ, ആ പക്ഷികൾ ശീതാംശോഹ അമൃതലഹരി, ശീതകിരണൻ്റെ അമൃതപ്രവാഹത്തെ പുളിയിൽ രുചിയുള്ളതായിട്ട്, ആമ്ലരുചയക, ആമ്ലം പുളിയാണ്, പിബന്തി പാനം ചെയ്യുന്നു, സ്വച്ഛന്ത ഇഷ്ടം പോലെ, നിശി രാത്രി തോറും, ഭൃശം ഏറ്റവും കൂടുതൽ. അപ്പോൾ കാഞ്ചിക ദിയ എന്ന് പറഞ്ഞാൽ കാടി എന്നുള്ള ബുദ്ധിയോട്, അല്ലയോ മഹാദേവി, നിന്തിരുവടിയുടെ മുഖചന്ദ്രൻ്റെ, ആ ദേവിയുടെ മുഖത്തെ ചന്ദ്രനോട് ഉപമിച്ചിട്ട് ആ പുഞ്ചിരിയാകുന്ന, ആ മന്ദഹാസമാകുന്ന ചന്ദ്രികാ സമൂഹത്തെ പാനം ചെയ്യുന്ന ഉപ്പൻ പക്ഷികൾക്ക്, ഉപ്പൻ പക്ഷി, ചകോര പക്ഷികൾ നിലാവ് ഉദിച്ച് കഴിയുമ്പോഴാണ് അവർ പുറത്തിറങ്ങുന്നത്. ഭയങ്കര സന്തോഷം അവർക്ക്. അപ്പം അതിൻ്റെ ആ മാധുര്യം അത് കൂടുതലായതുകൊണ്ട് നാവിനുണർവില്ലാതെയായി. അതുകൊണ്ട് ആ പക്ഷികൾ പുളിയിൽ രുചിയുള്ളവയായിട്ട് ശീതകിരണൻ്റെ അമൃതപ്രവാഹത്തെ കാടി എന്നുള്ള ബുദ്ധിയോടുകൂടി രാത്രി തോറും ഇഷ്ടം പോലെ പാനം ചെയ്യുന്നു എന്ന് അർത്ഥം. അതായത് അതിമാധുര്യ അനുഭവത്താൽ നാവ്, ചുണ്ട് മരച്ച് പുളിപ്പിൽ താല്പര്യമുള്ളതായി തീരുന്നു. ശ്രീദേവിയുടെ മന്ദഹാസ ചന്ദ്രികാമൃത പാനത്താൽ, ചന്ദ്രികാമൃത പാനം എന്ന് പറയാൻ വേണമെങ്കിൽ, ആ പൂർണ്ണചന്ദ്രൻ്റെ ചന്ദ്രിക ആകുന്ന അമൃതപാനത്തെ കാടി പോലെയാകുന്നു, കഞ്ഞി പോലെയാകുന്നു എന്ന് സാരം. അലങ്കാരം അതിശയോക്തിയാണ് ഇവിടുത്തെ അലങ്കാരം. ഇനി കഞ്ഞി എന്നുള്ള കാഞ്ചി എന്നുള്ളത് കാഞ്ചി എന്നും പാഠഭേദമുണ്ട്, കാഞ്ചികധിയ എന്നാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടെ ആദ്യം വായിക്കാം. സ്മിതജ്യോത്സ്നാജാലം തവ വദനചന്ദ്രസ്യ പിബതാം ചകോരാണാമാസീദതിരസതയാ ചഞ്ചുജടിമാ അധസ്തേ ശീതാംശോരമൃതലഹരീമാംളരുചയഃ. അത് മുഴുവൻ ഒന്നിച്ച് ചൊല്ലാൻ പറ്റാത്തവർ അധസ്തേ ശീതാംശോഹോ അമൃതലഹരീമാംളരുചയഃ അങ്ങനെ ചൊല്ലാം. പിബന്തി സ്വച്ഛന്തം നിശി ഭൃശം കാഞ്ചികദിയ. അതുപോലെ രണ്ടാമത്തെ വരിയും ചകോരാണാമാസീത് അതിരസതയാ ചഞ്ചുജടിമ എന്നും ചൊല്ലാം. സ്മിതജ്യോത്സ്നാജാലം മന്ദഹാസമാകുന്ന ആ ചന്ദ്രികാ സമൂഹത്തെ, ആ നിലാവിനെ, തവ വദനചന്ദ്രസ്യ നിന്തിരുവടിയുടെ മുഖമാകുന്ന ചന്ദ്രൻ്റെ, പിബതാൻ ചകോരാണം പാനം ചെയ്യുന്ന ഉപ്പൻ പക്ഷികൾക്ക്, ആസീത് അതിരസതയ അധികമാധുര്യത്താൽ ഉണ്ടായ ചഞ്ചുജടിമ നാവിന് മന്ദത അനുഭവിക്കുക, ഉണർവില്ലാതെയാകുക. അതഹാത്തെ അതുകൊണ്ട് അവർ, ആ പക്ഷികൾ, ശീതാംശോഹോ അമൃതലഹരി ശീതകിരണൻ്റെ അമൃതപ്രവാഹത്തെ ആമ്ലരുചി പുളിരുചിയുള്ളതായിട്ട് പാനം ചെയ്യുന്നു. പിബന്തി പാനം ചെയ്യുന്നു. സ്വച്ഛന്തം ഇഷ്ടം പോലെ, നിശി രാത്രി തോറും. ഭൃശം വർദ്ധിച്ചത്, അധികം, ഏറ്റവും എന്നൊക്കെ അർത്ഥം. കാഞ്ചികധിയ കാടി എന്നുള്ള ബുദ്ധിയോടുകൂടി. അപ്പോൾ അല്ലയോ മഹാദേവി, നിന്തിരുവടിയുടെ മുഖചന്ദ്രൻ്റെ മന്ദഹാസമാകുന്ന ചന്ദ്രികാ സമൂഹത്തെ പാനം ചെയ്യുന്ന ഉപ്പൻ പക്ഷികൾക്ക് അധികമാധുര്യത്താൽ നാവിന് ഉണർവില്ലാതെയായി, അല്ലെങ്കിൽ മന്ദീഭവിച്ചു. അത് നിമിത്തം ആ ചകോരപ്പക്ഷികൾ പുളിയിൽ രുചിയുള്ളവനായിട്ട് ശീതകിരണൻ്റെ അമൃതപ്രവാഹത്തെ കാടി അല്ലെങ്കിൽ കഞ്ഞി എന്നുള്ള
ബുദ്ധിയോടുകൂടി രാത്രി തോറും ഇഷ്ടം പോലെ പാനം ചെയ്യുന്നു. അതായത് അതിമാധുര്യാനുഭവത്താൽ നാവ് മരച്ച് പുളിപ്പനുഭവപ്പെട്ടു അല്ലേ. അപ്പം ദേവിയുടെ ആ മന്ദഹാസത്തിൻ്റെ മധുരിമ എത്ര, ആ പുഞ്ചിരി എത്ര മഹിമയുള്ളതായിരിക്കും. ആ ചന്ദ്രിക അമൃതപാനത്തിൽ അതിലെ ചന്ദ്രികാമൃതപാനം എന്ന് എടുക്കാം. പൂർണ്ണചന്ദ്രൻ്റെ ചന്ദ്രികാമൃതം അത് കഞ്ഞി പോലെ ആവുമെന്ന് പറഞ്ഞാൽ പുളിപ്പുള്ളതായി തീരുന്നു എന്ന് പറഞ്ഞാൽ, കഞ്ഞി എന്ന് പറഞ്ഞത് പുളിപ്പ്, പഴയത് എന്നർത്ഥം. അപ്പോൾ അതാകുന്നു എന്ന് സാരം. ഇതിൻ്റെ അതിശയോക്തിയാണ് ഇതിൻ്റെ അലങ്കാരം ഈ ശ്ലോകത്തിൻ്റെ. സ്മിതജ്യോത്സ്നാജാലം തവ വദന ചന്ദ്രസ്യ പിബതാം ചകോരാണാമാസീദതിരസതയാ ചഞ്ചുജടിമാം അതസ്തേ ശീതാംശോരമൃതലഹരീം ആംളരുചയഃ പിബന്തി സ്വച്ഛന്തം നിശി നിശി വൃശം കാഞ്ചികതിയാം. ഇനി ആ 2, 3 ലൈനുകൾ ഒന്ന് മുറിച്ചും ചൊല്ലാം. സ്മിതജ്യോത്സ്നാജാലം തവ വദന ചന്ദ്രസ്യ പിബതാം ചകോരാണാമാസീദ് അതിരസതയാ ചഞ്ചുജടിമാം അതസ്തേ ശീതാംശോഃ വിസർഗം ചേർത്ത് അമൃതലഹരീമാംളരുചയഃ പിബന്തി സ്വച്ഛന്തം നിശി നിശി വൃശം കാഞ്ചികതിയാം. ഈ വിസർഗം 2 കുത്തു വരുന്ന വിസർഗം വരുമ്പോൾ അതിൻ്റെ പ്രൊനൗൺസേഷൻ നമ്മളുടെ ഏത് ഇപ്പം ആ ഈ എന്നുള്ള ഇത് വരില്ലേ, അത് ഏത് ഇതിൽ വരുന്നോ, അകാരാണെങ്കിൽ ഹ എന്നും, ഇകാരമാണെങ്കിൽ ഹി എന്നും, ഉകാരമാണെങ്കിൽ ഹു എന്നും, ഏകാരമാണെങ്കിൽ ഹേ എന്നും, ഇങ്ങനെ. ഇനി ഓ ആണെങ്കിലോ ആ ലാസ്റ്റിൽ വരുന്ന ഇത് എന്താ അതിന് പറയുക, നമ്മളുടെ വ്യഞ്ജനാക്ഷരം സ്വരാക്ഷരം, ആ സ്വരം ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ആ വിസർഗത്തിൻ്റെ പ്രൊനൗൺസേഷൻ മാറും. ഇപ്പോൾ ഓകാരമാണ് വരുന്നതെങ്കിൽ ഓഹോ ഹോ എന്ന് വരും. അതാണ് ഇവിടെ ചകാര അല്ല അതസ്തേ ശീതാംശോഹോ ഹോ എന്നുള്ള വിസർഗം അവിടെ. എന്നിട്ട് അമൃതലഹരി എന്ന് അപ്പോൾ ആ വരും അവിടെ. അങ്ങനെ വായിക്കാം. ഇത് പലരും തെറ്റിക്കുന്നു, എല്ലായിടത്തും ഹാ ഹാ എന്ന് പറയുന്നു. ഇനി പറഞ്ഞില്ലെങ്കിലും തെറ്റില്ല, പക്ഷെ പറയുമ്പം അത് വേണ്ട പോലെ ഉച്ചരിക്കുക. സ്മിതജ്യോത്സ്നാജാലം തവ വദന ചന്ദ്രസ്യ പിബതാം ചകോരാണാമാസീദതിരസതയാ ചഞ്ചുജടിമാം അതസ്തേ ശീതാംശോഃ അമൃതലഹരീമാംളരുചയഃ അതസ്തേ ശീതാംശോരമൃതലഹരീമാംളരുചയഃ പിബന്തി സ്വച്ഛന്തം നിശി നിശി വൃശം കാഞ്ചികതിയാം. അല്ലയോ ദേവി, അങ്ങയുടെ മുഖചന്ദ്രൻ്റെ മന്ദഹാസമാകുന്ന ആ ചന്ദ്രികാ സമൂഹത്തെ പാനം ചെയ്യുന്ന ചകോരപ്പക്ഷികളുടെ നാവിന് അത് അധികമായതുകൊണ്ട്, മാധുര്യം കൂടിപ്പോയതുകൊണ്ട്, അധിക മാധുര്യത്താൽ നാവിന് മന്ദതയുണ്ടായി. അതുകൊണ്ട് ആ ചകോരപ്പക്ഷികൾ പുളിയിൽ രുചിയുള്ളതായി ശീതകിരണൻ്റെ അമൃതപ്രവാഹത്തെ കാടി എന്ന ബുദ്ധിയോടുകൂടി രാത്രി തോറും ഇഷ്ടം പോലെ പാനം ചെയ്യുന്നു എന്നർത്ഥം. അതിമധുരം കൊണ്ട് നമ്മളൊക്കെ ചെടിച്ചുപോയി എന്നൊക്കെ പറയും. ഇവിടെ ഈ കാടി കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലരൊക്കെ മന്ദതയോടുകൂടി ചുമ്മാ ഉറക്കം തൂങ്ങിയിരിക്കുന്നവരെ
കഞ്ഞി എന്ന് പറയും അല്ലേ, പഴയത്, അല്ലെങ്കിൽ ഒരു ഉണർവില്ല എന്ന് പറയും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. അടുത്ത ക്ലാസ്സുമായി വരുന്നവരെ ഹരി ഓം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ.